എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ 10,000-കണക്കിന് മക്കൾ കർത്താവ് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നുണ്ട്. ഈശോയെ, അവരിന്ന് രാവിലെ ചെല്ലുന്ന പ്രത്യക്ഷ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് അങ്ങനെ മക്കളുടെ കണ്ണുനീര് ഇപ്പോൾ ഒപ്പിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അങ്ങനെ മക്കൾ ഇന്ന് അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയെ കൂടിക്കൊണ്ട് നടന്നു പോകുന്ന സ്ഥാപനങ്ങൾ, കർത്താവുടെ ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷകൾ, അവരുടെ ജീവിത യാവനങ്ങൾക്ക് വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി അവരുടെ അധ്വാനങ്ങൾ, തൊഴിലുകൾ, അവരെടുക്കുന്ന കാര്യങ്ങളെല്ലാം, അവരെന്ത് കാര്യമാണ് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്, ഏത് കാര്യമാണോ ചിന്തയാണോ അവരുടെ മനസ്സിനെ അലട്ടണത്, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി കർത്താവിൽ നിങ്ങൾ അതിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നിൻ്റെ സംസാരങ്ങൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ, അത് നല്ലതോ ചീത്തയായാലും നടപ്പിൽ വരുത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ക്രമീകരണം നിനക്ക് ലഭിക്കട്ടെ. ദൈവത്തിലെ തർക്കങ്ങൾ നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കന്മാർ തമ്മിൽ എല്ലാം ഉണ്ടാകുന്ന തർക്കങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അല്ല ചെയ്ത കർത്താവിൻ്റെ അപ്പോസ്തലികമായ അധികാരത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്നു. ഹൃദയത്തിലെ ബ്ലോക്കുള്ളവരുണ്ട്, കരളിന് ഫാറ്റി ലിവറുള്ളവരുണ്ട്, കിഡ്നിക്ക് ബൾജിങ്ങുള്ളവരുണ്ട്, ചുരുങ്ങുന്നവരുണ്ട്, അതുപോലെ നട്ടലിന് കശേക തെറ്റിപ്പോയവരുണ്ട്, പലതരത്തിലും ജോലി എടുക്കാൻ പറ്റാത്തവരുണ്ട്, ഇനി വേരെടുത്ത കുഞ്ഞുങ്ങളെ പോറ്റുമെന്ന് ഓർത്തുകൊണ്ട് കണ്ണീരിടുന്നവരുണ്ട്. അവരെല്ലാം കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ നീശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിത്യപിതാമ്പത്വനും പരിശുദ്ധാത്മാവായ സർവ്വസ്വരെ നീക്കാമേ.